വെർജിൻ മേരി സാങ്ച്വറി. ഇതുള്ളത് ഇറാഖിലെ ബാഗ്ദാദിലെ അൽക്കറാദ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ട് ഇറാഖിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ബൈബിളിലെ ബാബിലോണാണ് ഇന്നത്തെ ഇറാഖ്. ഞാൻ ഇതിനു മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള 2 പള്ളികൾ, ഒന്ന് ദുബായിലുള്ള ഊത്മേത്തിലുള്ള സെൻറ്റ് മേരീസ് ചർച്ചാണ്. അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു പള്ളി എന്ന് പറയുന്നത് ഖത്തറിലുള്ള ഒരു പള്ളിയാണ്. പക്ഷെ ഇവിടെ 2 സ്ഥലങ്ങളിലും മലയാളികൾ ഒരുപാടുള്ളതുകൊണ്ട് അവിടെ പള്ളിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു പുതുമയൊന്നും എനിക്ക് അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇറാഖ് പോലൊരു സ്ഥലത്ത് ഒരു പള്ളിയിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പള്ളിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള ഏറ്റവും വലിയ കടമ്പ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് ഇവർക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ പള്ളിക്ക് മുമ്പിൽ മെഷീൻ ഗൺ എന്തിയിട്ടുള്ള കമാൻഡോ പ്രൊട്ടക്ഷൻ ഉണ്ട്. കടക്കുന്ന ഓരോ ആൾക്കാരും പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യും. അപ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തു. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ടിൽ എവിടെയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് നേരത്തെ ചോദ്യങ്ങൾക്ക് ശേഷം അവരെന്നെ പള്ളിയുടെ അകത്തേക്ക് കടത്തി വിട്ടു. അവിടെ ആ സമയത്ത് കുർബാനകളൊന്നും നടന്നിരുന്നില്ല. ഈ പള്ളീനെക്കുറിച്ച് അവർ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ ഇംഗ്ലീഷിലുള്ള സർവീസുകളൊന്നും ലഭ്യമല്ല. അറബിക്ക്, കുർദിഷ് ഭാഷകളിൽ മാത്രമുള്ള സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു ചർച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ സെൻറ്റ് റാഫേൽ എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. മുമ്പ് അമേരിക്കൻസ് ഇവിടെ ഉണ്ടായ സമയത്ത് അവിടെ കുർബാനകൾക്ക് നടന്നിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് കുർബാനകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പള്ളിയിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കടന്നു വരുന്ന മലയാളിയും ഇന്ത്യക്കാരനും ഞാൻ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു മാതാവിൻ്റെ പള്ളി, അതും ഇതുപോലൊരു സ്ഥലത്ത് ഒരു രാജ്യത്ത് വന്നിട്ട് സന്ദർശിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്.